ശരി. അപ്പൊ ഞാൻ അത്രയും ഉള്ളത് ഇവിടെ ഓട്ടോമെന്ന് വിചാരിച്ചത് ഞാനിവിടെ അവിടെ നീ ആരാ? സോറി സമയമില്ല ഈ തെണ്ടില്ലേ അടിപൊളി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകും അല്ലേ? ഓക്കെ, കുറച്ചു നേരത്തേക്ക് മിമിക്രി പോലും പരിപാടി ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ചെറിയൊരു മിമിക്രി തന്നെയാണ്. അതായത് നമുക്ക് പ്രിയപ്പെട്ട ചില ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ശബ്ദം വിറ്റിട്ടുള്ള സാധാരണ മിമിക്രി തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പോട്ട് ഡബിങ്ങിലൂടെ സൗണ്ട് ഇമിറ്റേഷൻ ചെയ്യുന്നു. അത്ര ഉണ്ടല്ലോ. സ്പോട്ട് ഡബിങ് എന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടിപൊളി. മറ്റൊന്നുമല്ല, സിമ്പിളായിട്ട് പറയാം. ചില മൂവി സീൻസ് നമ്മളോട് പ്ലേ ചെയ്തു, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന താരത്തിന്റെ ശബ്ദം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും. അതാണ് നോക്കുന്നത്. ശ്രമമാണ്, ചെയ്ത് നോക്കുക. എന്തായാലും മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടുതലാണ്. ചില കട്ടൊക്കെ കൂടുതലേ. ഓക്കെ, തുടങ്ങാം. ഈ സ്പോട്ട് ഡബിങ്ങിന് മുമ്പായിട്ട് ഞാനൊരു താരത്തിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാം. അത് പേര് ഞാൻ പറയുന്നില്ല, അത് ആരുടെ ശബ്ദമാണെന്ന് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പേര് പറയണം. ഓക്കെ, ആ സമ്മാനം നമ്മുടെ ടീം തരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്പോട്ടിൽ നമുക്ക് ചെയ്യാം. ഈ മാനുവൽ മനസ്സിലാക്കിയിട്ടുള്ള അനാവശ്യമായിട്ട് വായ്പ എന്നിട്ടും സർക്കാർ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് തന്നെ ലാൻഡ്മാർക്സിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ലൈവ് ഓഫ് ചെയ്യാം. പട്ടിക്കഴുകമാണ് എന്നെ വിചാരിച്ചു മറ്റുള്ളവരുടെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേസിൽ കൊടുത്ത് ഡിപ്രഷൻ ചെന്നപ്പോഴാണ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കമ്പനി തരാൻ. അപ്പോ നിന്റെ സമയം ഞാൻ കളഞ്ഞാൽ തോന്നിയിട്ടില്ല അല്ലേ? സോറി കേട്ടോ, സമയമില്ല ഈ തെണ്ടില്ലേ നാളെ പോലെ. അപ്പൊ പിന്നെ അവനൊരു ഗിഫ്റ്റ് നിനക്ക് വേണ്ട. നമ്മളിനി ഒരു 2 താരത്തിന്റെ ശബ്ദം ചെയ്യുന്നുണ്ട്. അത് ഒരു സീനിന് ശേഷം അടുത്ത സീൻ അങ്ങനെ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട താരങ്ങളാണ്. അതിൽ ആദ്യത്തേത് ആര് പറഞ്ഞത്? അല്ലല്ല, ആദ്യത്തേത് സൂപ്പർ താരം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. ശ്രമമാണ് പാളിപ്പോയാലും കൂടുതലായിരുന്നു. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരു യുവതാരമാണ്. സിമ്പിളായിട്ട് ഒരു സീനിലേക്കാണ്. അപ്പൊ നമുക്ക് മമ്മൂട്ടിയുടെ ശബ്ദം അപ്പൊ ഞാൻ അത്രയും ഉള്ളത്. ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് ഈ ആർക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ വേണം. അപ്പൊ അമ്മ പറഞ്ഞ് അമ്മനെ അറിയില്ല.
വലിയ മനുഷ്യനില്ലേ ഇദ്ദേഹത്തിന്റെ പേരാണ് മാണിക്യൻ. മാണിക്യൻ ഒരുപാട് പൈസ പക്ഷേ വലിയ പോകത്തില്ല. കാരണം നിനക്ക് കേൾക്കേണ്ട കാര്യമില്ല. എനിക്ക് കേൾക്കുന്ന വിഷമം ഞാൻ നിനക്ക് വരില്ലെന്ന് വിശ്വസിച്ചു. All the best. സുഹൃത്തുക്കളെ അവസാനമായി ജോലിയുടെ ശബ്ദമാണ്. ഇതോടെ പ്രോഗ്രാം കഴിയുകയെന്ന് പറയാം. I told you she is dangerous and notorious. She is an inborn criminal. ആ പിള്ളേരെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഇവരെ കൊന്നുകളഞ്ഞ് ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. വല്ല ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയി തള്ളുക. I am going to turn you. Sir, ഒരു നിമിഷം. അത് ഇയാളെ മനസ്സിലാക്കി. ഞാൻ ചോദിക്കട്ടെ, കുറ്റം ആവശ്യം എന്നോട് ഇഷ്ടമാണ് പറഞ്ഞു. അതാണ് പ്രശ്നം. എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞു. അതായത് പ്രശ്നം. എന്നിട്ട് പിന്നാലെ നടക്കും. പുറകെ നടന്ന് വൃത്തിയോട് പറയാം. ഞാൻ അറിയാണ്ട് വീഡിയോ എടുക്കാം. കുറെ ക്ഷമിച്ചതാണ്. എന്നെ ബ്ലോക്ക് ചെയ്തപ്പോ വഴിമാറാൻ പറഞ്ഞതാ. അതിന്റെ എനിക്ക് പറയാം. അതെന്താ പറഞ്ഞത്? നീ നിന്റെ അപ്പനെ കൊണ്ടുവന്ന് കൂടെ കിടക്കണമല്ലേ? Security, call security. ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ. സാർ കുറച്ച് നാളെ കുറിച്ച് വൈകിട്ട് ആരും എന്തായാലും സാറിന്റെ ഒറ്റക്കാരി സാറിനോട് ഡിസ്മസും ചെയ്തു അല്ലെ? ഇവിടെ ഓട്ടോമെന്ന് വിചാരിച്ചത് ഞാൻ ഇവിടെ അവിടെ ആയിരുന്നു. നീ ആരാ? നീ കൊണ്ട് കാലത്തിന് ഇടപെട്ട പണി ഇടിച്ചത് നെഞ്ചു കൂടിയാൻ പൊട്ടിക്കും.